ട്രംപിന്റെയും ഇസ്രയേലിന്റെയും യുദ്ധഭീഷണി നിലനിൽക്കെ ഇറാനിലേക്ക് റഷ്യയിൽ നിന്നും മിലിറ്ററി കാർഗോ പ്ലെയിനുകൾ തുടർച്ചയായി എത്തുന്നു. ഇറാനിൽ ജനകീയ പ്രക്ഷോഭം വ്യാപിക്കുന്നതിനിടയിലാണ് ബലാറസിൽ നിന്നും വിമാനങ്ങൾ ഇറാനിലെത്തിയത് എന്ന റിപ്പോർട്ടുകൾ. കുറഞ്ഞത് 4 IL-76 സൈനിക കാർഗോ വിമാനങ്ങൾ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇറാനിലെത്തി. വിമാന ഗതാഗതം നിരീക്ഷിച്ച മിലിറ്ററാനിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ബലാറസിൽ നിന്നും ഇറാനിലേക്കാണ് വിമാനങ്ങൾ പറന്നത്. റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള സൈനിക സാമഗ്രികളാണ് വിമാനത്തിലുണ്ടായിരുന്നത് എന്ന് മിലിറ്ററാനി റിപ്പോർട്ട് ചെയ്തു. IL-76 വിമാനങ്ങൾ വലിയ മിലിറ്ററി എക്യുപ്മെന്റ്സുകളും ആയുധ സാമഗ്രികളും ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. പ്രക്ഷോഭകരെ ആക്രമിച്ചാൽ സംരക്ഷിക്കാൻ US സൈന്യം റെഡിയാണെന്നുള്ള ട്രംപ് ഭീഷണിക്കിടയിലാണ് പുടിന്റെ ഇടപെടൽ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ ജനകീയ പ്രക്ഷോഭത്തിൽ ഇതുവരെ 10ഓളം പേർ കൊല്ലപ്പെട്ടു. അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി പരമോന്നത നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെയുള്ള ജനങ്ങളുടെ സമരം ന്യായമാണെന്നും എന്നാൽ ശത്രുക്കൾ നുഴഞ്ഞുകയറി കലാപം സൃഷ്ടിച്ചാൽ അംഗീകരിക്കില്ല, ശത്രുക്കൾക്ക് കീഴടങ്ങില്ലെന്നും മുട്ടുകുത്തിക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് വ്യക്തമാക്കി. അമേരിക്കയുടെ വെനിസുലേനിയൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ പ്രതികരണം.